നിങ്ങൾ പ്രൊഫഷണലായിട്ട് ഒരു വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണോ? അപ്പോൾ വീഡിയോയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ് ലൈറ്റിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റിംഗ് സെറ്റപ്പ് എത്രത്തോളം നല്ലതായിരിക്കും അതനുസരിച്ച് നമ്മുടെ വീഡിയോ ക്വാളിറ്റിയും അടിപൊളിയായിരിക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മളൊരു അടിപൊളിയായിട്ടുള്ള റിംഗ് ലൈറ്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈഗോട്ട കമ്പനി അയച്ചത് ഈ ഒരു റിംഗ് ലൈറ്റ് ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം എന്താ വലിയൊരു ബോക്സ് ആണ്. നമുക്ക് നല്ല തുറന്നതിന് ശേഷം ഈ റിംഗ് ലൈറ്റ് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് നമ്മുടെ റിംഗ് ലൈറ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ടൈഗോറിൻ്റെ ബ്രാൻഡ് വലുതായിട്ടുള്ള ലോഗോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിന് എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബോക്സ് തുറന്ന് കഴിഞ്ഞാൽ നമുക്കൊരു റിംഗ് ലൈറ്റും അതുപോലെ തന്നെ ഒരു ട്രൈപോഡ് സ്റ്റാൻഡും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു റിംഗ് ലൈറ്റ് ബോക്സ് ഒന്ന് തുറക്കാം. തുറക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കാണാൻ കഴിയും നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് റിംഗ് ഫിൽ ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിംഗ് ഫിൽ ലൈറ്റ്, ഫിൽ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി ഫേസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിക്കാവുന്നതാണ്. കാരണം ഈ ഒരു ഇതിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുന്നതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബോക്സിൻ്റെ പുറകിലായിട്ട് റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ബോക്സിൽ ബാക്കിലും ഫ്രണ്ടായിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ റിംഗ് ലൈറ്റിൻ്റെ ബോക്സ് തുറന്ന് കഴിഞ്ഞാൽ നമുക്കത് ഒരു റിംഗ് ലൈറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല അടിപൊളിയായിട്ടുള്ള കുഴപ്പമില്ലാത്ത നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള റിംഗ് ലൈറ്റ് തന്നെയാണ്. ഇത് തന്നെയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ചെറിയൊരു വാറൻറ്റി കാർഡ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. പിന്നീട് കൊടുത്തെന്ന് വെച്ചാൽ നമുക്കൊരു ഫോൺ ഹോൾഡർ കിട്ടുന്നുണ്ട്. പിന്നെ 2 അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ റിംഗ് ലൈറ്റിൻ്റെ ഈ സ്ഥലത്തായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള കുറച്ച് ആക്സസറീസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾ അത്രത്തോളം പ്രതീക്ഷിക്കേണ്ട ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. കുഴപ്പമില്ല, നമുക്ക് സിംഗിൾ യൂസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്ത ഇതിലൊക്കെ ഇത്ര നീളമുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഹൈറ്റ് കൂട്ടാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഈ റിംഗ് ലൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ സിമ്പിൾ തന്നെയാണ്. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സംഭവം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം കാണാൻ കഴിയും. അതിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കിത് എത്ര രീതിയിൽ വേണമെങ്കിലും 360 ഡിഗ്രിയിൽ വേണമെങ്കിൽ നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റിംഗ് ലൈറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനാണ് ഈ ഒരു ക്ലാമ്പ് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ സിമ്പിളാണ്. ഇവിടെ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സംഭവം കാണും, ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ സാധനം നല്ല രീതിയിൽ ഇറക്കി കൊടുത്താൽ മാത്രം മതി. ഇത് ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ ഇത് നല്ല ഇറിവി നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ റിംഗ് ലൈറ്റേക്ക് സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യാൻ സിമ്പിൾ തന്നെയാണ്. ഈ ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഇതുപോലെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ഇതിൽ സെറ്റ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് അഡീഷണൽ ആയിട്ട് ട്രൈപോഡ് സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ ഫോൺ വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നല്ല വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിംഗ് ലൈറ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോൾഡർ തന്നെയാണ്. ഫോണിൽ ഇത് വെച്ചൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഇനി നമുക്കിത് ട്രൈപോഡിന് എത്രത്തോളം നീളം ഉണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏകദേശം 2 മൗണ്ടായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഏകദേശം നല്ലൊരു എന്നെങ്കാറ്റും നല്ല പൊക്കം വരാനുള്ള സാധ്യത ഈ ഒരു ട്രൈപോഡിനുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ട്രൈപോഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിംഗ് ലൈറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ റിംഗ് ലൈറ്റിലേക്ക് ഈ ഒരു ട്രൈപോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വയറിലേക്ക് നമുക്ക് ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കറണ്ടിൽ കൊടുത്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മളിത് കറണ്ടിൽ കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രത്തോളം വയർ നീളമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഫോണിൻ്റെ ചാർജിന് അഡാപ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം കറണ്ടിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ചെറിയൊരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ റിംഗ് ലൈറ്റിലെ ഓയറിൽ തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഇവിടെ കാണാൻ കഴിയും. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണും ഓഫും ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമതായിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബ്രൈറ്റ്നസ് കുറയ്ക്കാനുള്ള ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മൂന്നാമതായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കിതിൽ കുറച്ച് മോഡ്സ് അവൈലബിൾ ആണ്. അതായത് വാം, കൂൾ, അങ്ങനെ കുറച്ച് മോഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവസാനമായിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റിംഗ് ലൈറ്റ് ഒന്ന് കറണ്ടിലൊന്ന് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ആണെന്നും അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാമോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
അപ്പോൾ ഈ റിംഗ് ലൈറ്റിൻ്റെ അകത്ത് 3 മോഡ്സ് അവൈലബിൾ ആണ്. ഒന്നാമത്തെ മോഡ് എന്നത് വാം ലൈറ്റ് ആണ്, രണ്ടാമതായിട്ട് വൈറ്റ് ലൈറ്റും, പിന്നെ അവസാനം നാച്ചുറൽ ലൈറ്റ് എന്നാണ്. ഈ 3 മോഡ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി റിംഗ് ലൈറ്റ് എത്രത്തോളം അടിപൊളിയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഈ ഒരു സൈഡിലായിട്ട് റിംഗ് ലൈറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് ഈ റിംഗ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. വീഡിയോക്ക് എത്രത്തോളം ക്വാളിറ്റി ഈ റിംഗ് ലൈറ്റ് തരുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഓഫ് ചെയ്ത സമയത്ത് കാണാൻ കഴിയും ഇവിടുന്ന് കൊടുത്ത ലൈറ്റിംഗ് സെറ്റപ്പ് മാത്രമാണ് എൻ്റെ മുഖത്ത് അടിക്കുന്നത്. ഇവിടെ ഒരു ഡാർക്ക് കളർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു റിംഗ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോ ക്വാളിറ്റി എത്രത്തോളം അടിപൊളിയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ നല്ല അടിപൊളി ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഷാഡോയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ റിംഗ് ലൈറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഏകദേശം ഒരു 699 നിങ്ങൾക്ക് ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ചില സമയത്ത് പ്രൈസ് ഡ്രോപ്പ് ആവാറുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടും ജസ്റ്റ് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ ബെൽ ബട്ടൺ കൊണ്ട് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം ഇതുപോലത്തെ അടിപൊളി വീഡിയോ വഴി കാണാം. അതുവരെയും ബൈ.